നമുക്ക് കുറച്ച് കാന്താരി അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ കുറച്ച് കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച്, ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വറ്റൽമുളകും കുറച്ച് കടുകും കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഞാൻ വളരെ കുറച്ച് അച്ചാറേ ഇടുന്നുള്ളൂ, കാരണം ഇവിടെ അങ്ങനെ അച്ചാറിട്ട് വെച്ചിരുന്നാലേ ശരിയാവത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ എന്തിനും ഏതിനും അച്ചാർ കഴിക്കും. ഇത് മുളകായതുകൊണ്ടേ അധികം ഇട്ട് വെച്ചിരുന്നാൽ ശരിയാവത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചതുകൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കാന്താരി എടുത്ത് വെച്ച്, ഞാൻ വെളുത്ത കാന്താരി എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും കാന്താരി അല്ല, നമ്മുടെ ഉണ്ടമുളക് ടൈപ്പിൻ്റെ കാന്താരിയാണ്. മറ്റേ കാന്താരിയുടെ അത്ര എരിവ് ഉണ്ടാവില്ല ഇതിന്. അതൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് കഴിഞ്ഞ് നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. മുളകിന് നമുക്ക് എരിവുള്ളതാണല്ലോ, മുളക് അച്ചാറല്ലേ, അപ്പം വലിയതായിട്ട് എരിവ് വേണ്ട. ഇനി കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തു. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പുളിക്ക് ആവശ്യമായിട്ടുള്ള, മുളകിന് പുളിയില്ലാത്തതാണല്ലോ, നമ്മൾ മാങ്ങയും നാരങ്ങയൊക്കെ ഇടുമ്പോൾ നമുക്ക് പുളിയുണ്ട്, മുളകിന് പുളിയില്ല. അപ്പം നമുക്കതിനകത്തേക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം, നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എനിക്ക് ഈ അച്ചാർ ഒരു ദിവസത്തേക്കിനേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാത്തത്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നല്ലോ, ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മധുരം വേണം, ശർക്കരയാണ് ചേർക്കാൻ നല്ലത്, ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുക.